ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ആർട്സ് എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ആർട്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആർട്സ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പണിങ്സിന് മുകളിൽ, ഓപ്പണിങ്സിന് എബോവ് ആയിട്ടാണ് നമ്മൾ ആർട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്റ്റോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രിക്ക് വെച്ചിട്ടോ ഒരു വെഡ്ജ് ഷേപ്പിലുള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ ആർട്സിന് വേണ്ടി, ആർട്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ആർട്സിൻ്റെ ടെക്നിക്കൽ ടേംസ് നോക്കാം. ഇതാണ് ആർട്സിൻ്റെ സെൻറ്റർ അല്ലേ, ഇതാണ് ആർട്സിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇതാണ് ആർട്സിൻ്റെ സെൻറ്റർ. സോ ആർട്സിൻ്റെ സെൻറ്ററിന് മറ്റൊരു പേരുണ്ട്. ആർട്സിൻ്റെ സെൻറ്ററിനെ സ്ട്രൈക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഈ അതർ നെയിംസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതർ നെയിംസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അതായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ആർട്സിൻ്റെ സെൻറ്ററിന് മറ്റൊരു പേരാണ് സ്ട്രൈക്കിംഗ് പോയിൻ്റ്. ആർട്സിൻ്റെ സെൻറ്ററിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ജിയോമെട്രിക്കൽ സെൻറ്റർ ഓഫ് കർവ് ഓഫ് ആൻ ആർച്ച്. ഓക്കെ, സെൻറ്റർ എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക്കൽ സെൻറ്റർ ഓഫ് കർവ് ഓഫ് ആൻ ആർച്ച്. അതാണ് സെൻറ്റർ അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് പോയിൻ്റ് ഡെഫിനിഷനായിട്ട് പറയുന്നത്. ദെൻ നമുക്കറിയാം ഈ ഭാഗമാണ് സപ്പോർട്ട് അല്ലേ, സപ്പോർട്ട്. ഓക്കെ, ഇതാണ് ആർട്സിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത്. സോ അതിന് നമ്മൾ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതിനെന്താണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നു, അതായത് എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച്. ഓക്കെ, എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് ആണ് അബട്ട്മെൻറ്റ്. ഓക്കെ, അബട്ട്മെൻറ്റ്, എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് ആണ് അബട്ട്മെൻറ്റ്. ദെൻ ഈ അബട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ഇൻക്ലൈൻഡ് സർഫേസ് കണ്ടോ, ഇവിടെ ഉള്ളൊരു ഇൻക്ലൈൻഡ് സർഫേസ്, ആ ഇൻക്ലൈൻഡ് സർഫേസിനാണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്ലൈൻഡ് സർഫേസിനാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെടാ, ഇൻക്ലൈൻഡ് സർഫേസ് ഓൺ ദ സപ്പോർട്ടിനവിടെയുള്ള ഇൻക്ലൈൻഡ് സപ്പോർട്ടിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ദെൻ ഈ സ്ക്യൂ ബാക്കിൻ്റെ അടുത്ത് വയ്ക്കുന്ന ഫസ്റ്റത്തെ വൗസിയറിനെയാണ് എന്തോന്ന് പറയുന്നതാണ്, സ്പ്രിഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെടാ, ഫസ്റ്റ് വൗസിയർ ഇമ്മീഡിയറ്റ്ലി അഡ്ജസ്റ്റ് ദ സ്ക്യൂ ബാക്ക്. അതായത് നമ്മൾ സ്ക്യൂ ബാക്കിൻ്റെ അടുത്ത് വയ്ക്കുന്ന ഫസ്റ്റത്തെ വൗസിയറിനെയാണ് നമ്മൾ സ്പ്രിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, വൗസിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ വെഡ്ജ് ഷേപ്പിൽ, നമ്മൾ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വെഡ്ജ് ഷേപ്പിലുള്ള ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോണിനെയാണ് നമ്മൾ വൗസിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ സ്ക്യൂ ബാക്കിൻ്റെ അടുത്ത് വയ്ക്കുന്ന ഫസ്റ്റത്തെ വൗസിയറിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നതാടാ, സ്പ്രിങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിങ്ങർ. ദെൻ അടുത്തത് ആർച്ചിൻ്റെ ഈ ഒരു സർഫേസിനെ എന്താണ് പറയുന്നത്, ഇന്നർ സർഫേസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്നർ കർവ് എന്ന് പറയും. ഇന്നർ സർഫേസ് അല്ലെങ്കിൽ ഇന്നർ കർവ് എന്ന് പറയും. അതിനെന്താണ് പറയുന്നത്, ഇൻട്രഡോസ് എന്ന് പറയും. ഓക്കെ, ഇൻട്രഡോസ് എന്ന് പറയും. അപ്പോൾ ഈ ഔട്ടർ കർവ് അല്ലെങ്കിൽ ഔട്ടർ സർഫേസിന് എന്തെന്ന് പറയും, എസ്ട്രഡോസ് എന്ന് പറയും. ഇന്നർ കർവിനെ ഇൻട്രഡോസ് എന്നും എക്സ്റ്റേണൽ കർവിനെ എസ്ട്രഡോസ് എന്നും പറയും. ഓക്കെ, എസ്ട്രഡോസ് എന്ന് പറയും. ദെൻ ആർച്ചിൻ്റെ ഈ ടോപ്പ് പോർഷനിലെ ഈ ടോപ്പ് പോർഷനെയാണ് ക്രൗൺ എന്ന് പറയും. ഓക്കെ, ആർച്ചിൻ്റെ ഈ ടോപ്പ് പോർഷനെ ക്രൗൺ എന്ന് പറയും. ദെൻ ക്രൗണിൽ വയ്ക്കുന്ന വൗസിയറിനെ നമ്മൾ കീ സ്റ്റോൺ എന്ന് പറയും. ഓക്കെ, കീ എന്ന് പറയും, അതായത് ഈ സ്റ്റോൺ. ഓക്കെ, ക്രൗണിൽ വയ്ക്കുന്ന വൗസിയറിനെ നമ്മൾ കീ സ്റ്റോൺ എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തൊരു ടേമാണ് ഈ സ്ക്യൂ ബാക്ക്. നമുക്കറിയാം ഇതാണ് സ്ക്യൂ ബാക്ക്. ഈ സ്ക്യൂ ബാക്കിനും ക്രൗണിനും ഇടയിലുള്ള ഈ ഹാഫ് പോർഷൻ്റെ പകുതി പോർഷനെ നമ്മൾ എന്തോന്ന് പറയും, ഇവിടെ ഹോഞ്ച് എന്ന് പറയുന്നു. ഓക്കെ, ഹോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോവർ ഹാഫ് പോർഷൻ ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക്. ഓക്കെ, ലോവർ ഹാഫ് പോർഷൻ ബിറ്റ്വീൻ ക്രൗണിനും സ്ക്യൂ ബാക്കിനിടയിലുള്ള ലോവർ ഹാഫ് പോർഷനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹോഞ്ച് എന്ന് പറയുന്നു. ഇതിന് അടുത്ത് നോക്കാനുള്ളതാണ് ഡെപ്ത് നോക്കണം. അതായത് ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രഡോസ് നമുക്കറിയാം, ഇതാണ് ഇൻട്രഡോസ്. ഓക്കെ, ഈ ഇൻട്രഡോസും എസ്ട്രഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആർച്ചിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രഡോസും എസ്ട്രഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ആർച്ചിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് ഇതാണ് സ്ക്യൂ ബാക്ക്, ഇതാണ് എസ്ട്രഡോസ് അല്ലേ, ഇതാണ് എസ്ട്രഡോസ് കർവ്, ഇതാണ് ക്രൗൺ. ഈ ക്രൗണിന് ടാൻജൻ്റായിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. ഈ ട്രയാങ്കിളിനെയാണ് എന്തോന്നുള്ള പറയുന്നത്, സ്പാൻഡ്രൽ എന്ന് പറയും. ഈ ഒരു ട്രയാങ്കിളിനെയാണ് സ്പാൻഡ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോന്ന് കാര്യങ്ങൾ പഠിച്ചു, അബട്ട്മെൻറ്റ് പഠിച്ചു. എന്ത് സപ്പോർട്ടിനെയാണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ആർച്ചിലുള്ള ഇൻക്ലൈൻഡ് ഈ ഒരു സർഫേസിനെ നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നു. സ്ക്യൂ ബാക്കിൽ വയ്ക്കുന്ന ഫസ്റ്റത്തെ ഓസിയറിനെ നമ്മൾ സ്പ്രിങ്ങർ എന്ന് പറയുന്നു. ദെൻ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അതായത് ആർച്ചിൻ്റെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ സ്പ്രിങ്ങിങ് പോയിൻ്റ് എന്ന് പറയുന്നു. ഓക്കെ, സ്പ്രിങ്ങിങ് പോയിൻ്റ് എന്ന് പറയുന്നു.
ഇവിടെയും സ്പ്രിങ്ങിങ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഈ സ്പ്രിങ്ങിങ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നു. ഓക്കെ, സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നു. ദെൻ ഇന്നർ കർവ് എന്ന് പറഞ്ഞാൽ ഇൻട്രഡോസ് എന്ന് പഠിച്ചു. എക്സ്റ്റീരിയർ കർവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രഡോസ് എന്ന് പഠിച്ചു. ആർച്ചിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനെ ക്രൗൺ എന്ന് പറയുന്നു. ക്രൗണിൽ വയ്ക്കുന്ന വോസിയർ ഏതാണ്? കീ സ്റ്റോൺ എന്ന് പറയുന്നു. ദെൻ ലോവർ ഹാഫ് പോർഷൻ ബിറ്റ്വീൻ സ്ക്യൂ ബാക്ക് ആൻഡ് ക്രൗൺ എന്താണെടാ? ഹോഞ്ച് എന്ന് പറയുന്നു. ദെൻ അടുത്ത ടെക്നിക്കൽ ടേമാണ് പിയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്. ഓക്കെ, ഇതേപോലുള്ള കുറേ ആർച്ചുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ദെൻ അതിന് ഇടയിലുള്ള ഇതേപോലുള്ള ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിനെയാണ് പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിനെയാണ് പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ കണ്ടു. ഇതിൻ്റെ താഴെയാണ് സപ്പോർട്ട് വരുന്നത് അല്ലേ? അപ്പം ഈ സപ്പോർട്ടിന് മുകളിൽ വരുന്ന അല്ലെങ്കിൽ സപ്പോർട്ടിന് മുകളിലായിട്ട് വരുന്ന പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ആർച്ചിൻ്റെ ഈ ഒരു സർഫേസിൽ ആർച്ചിൻ്റെ അടിയിലുള്ള സർഫേസ്, ആർച്ചിൻ്റെ അണ്ടർ സർഫേസിന് എന്ന് പറയുക സോഫിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അണ്ടർ സർഫേസ് ഓഫ് ആർച്ച് സോഫിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നോട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻറ്റർ ഓഫ് സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. ജിയോമെട്രിക്കൽ സെൻറ്റർ ഓഫ് കർവ് ഓഫ് ആൻ ആർച്ച് അത് നോക്കി. ദെൻ ഇൻട്രഡോസ് നോക്കിയാൽ ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച് അത് നോക്കി. ദെൻ എക്സ്ട്രഡോസ് നോക്കി, എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് അത് നോക്കി. അബട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് ആണ്. പിയർ പറഞ്ഞു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് ആണ്. സ്ക്യൂ ബാക്ക് പറഞ്ഞു ഇൻക്ലൈൻഡ് സർഫേസ് ഓഫ് ദ സപ്പോർട്ടാണ്. വോസിയർ പറഞ്ഞു വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ വോസിയർ എന്ന് പറയുന്നത്. ദെൻ സോഫിറ്റ് പറഞ്ഞു അണ്ടർ സർഫേസ് ഓഫ് ആർച്ച് ആണ് സോഫിറ്റ്. ദെൻ ആർക്കേഡ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ആർച്ച്, അതായത് നമ്മളിങ്ങനെ കുറേ ആർച്ച് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സീരീസ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ ആർക്കേഡ് എന്ന് പറയുന്നത്. ദെൻ സ്പ്രിങ്ങർ പറഞ്ഞു ഫസ്റ്റ് വോസിയർ പ്ലേസ്ഡ് അറ്റ് നിയർ ദ സ്ക്യൂ ബാക്കിൻ്റെ അടുത്ത് വയ്ക്കുന്ന ഫസ്റ്റ് വോസിയറിനെ നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്പ്രിങ്ങർ എന്ന് പറയുന്നു. ദെൻ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ഹൊറിസോണ്ടൽ ലൈൻ ജോയിനിങ് സ്പ്രിങ്ങിങ് പോയിന്റ്. ആ സ്പ്രിങ്ങിങ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ഹൊറിസോണ്ടൽ ലൈനെയാണ് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ റൈസ്. ഓക്കെ, റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഓക്കെ, റൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആർച്ചിൻ്റെ റൈസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രിങ്ങിങ് ലൈൻ, അതായത് ഇതാണ് സ്പ്രിങ്ങിങ് ലൈൻ. ഓക്കെ, ഇതാണ് സ്പ്രിങ്ങിങ് ലൈൻ. ഈ സ്പ്രിങ്ങിങ് ലൈനും ഇൻട്രഡോസിൻ്റെ ഹയ്യസ്റ്റ് പോയിൻറ്റും ഇതാണ് ഇൻട്രഡോസ്. ഓക്കെ, ഇതാണ് ഇൻട്രഡോസ്. ഈ ഇൻട്രഡോസിൻ്റെ ഹയ്യസ്റ്റ് പോയിൻറ്റും ഈ സ്പ്രിങ്ങിങ് ലൈനും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിങ്ങിങ് ലൈനും ആർച്ചിൻ്റെ ഇൻട്രഡോസിൻ്റെ ഹയ്യസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈസ്. ദെൻ ഡെപ്ത് ഓർ ഹൈറ്റ് നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രോസ്. ദെൻ കീ പറഞ്ഞു വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആർച്ച്. ആർച്ചിൻ്റെ ഹയസ്റ്റ് പോയിന്റാണ് ക്രൗൺ എന്ന് പറയുന്നത്. സോ ക്രൗണിൽ വയ്ക്കുന്ന ആ ഒരു സ്റ്റോണിനെ നമ്മൾ കീ സ്റ്റോൺ എന്ന് പറയുന്നു. ദെൻ ക്രൗൺ പറഞ്ഞു ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ച്. ബെഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ വോസിയർ, അതായത് വോസിയർ നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ജോയിൻറ്റിനെയാണ് ബെഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഹോഞ്ച് പറഞ്ഞു ഹോഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ലോവർ ഹാഫ് പോർഷൻ അറ്റ് ദ ആർച്ച് ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക്. ക്രൗണിനും സ്ക്യൂ ബാക്കിനും ഇടയിലുള്ള ബിറ്റ്വീൻ ആയിട്ടുള്ള ലോവർ ഹാഫ് പോർഷനെയാണ് ഹോഞ്ച് എന്ന് പറയുന്നത്. ദെൻ സ്പാൻഡ്രൽ എന്നാണ് പറഞ്ഞു ഇറഗുലർ ട്രയാങ്കിൾ പോർഷൻ ഫോംഡ് ബിറ്റ്വീൻ എസ്ട്രഡോസ് ആൻഡ് ടാൻജൻറ്റ് ടു ദ എസ്ട്രഡോസിനും ആ ടാൻജൻറ്റ്, അതായത് ക്രൗണിൽ നിന്ന് നമ്മളൊരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അതിന് ബിറ്റ്വീനായിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു ഇറഗുലർ ട്രയാങ്കിളിനെയാണ് നമ്മൾ സ്പാൻഡ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത തിക്നെസ് ഓർ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ്. ഓക്കെ, തിക്നെസ് ഓർ ബ്രെഡ്ത്ത് ഓർ സോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷേർഡ്, അതായത് സോഫിറ്റിൻ്റെ തിക്നെസ് ഓർ ബ്രെഡ്ത്ത് ആണ് പറയുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫേസ് ഓഫ് ആൻ ആർച്ച്, അതായത് ആർച്ചിൻ്റെ ഫ്രണ്ട് ഫേസ് ഇതും ബാക്ക് ഫേസ് അപ്പുറത്തായിരിക്കും. ഓക്കെ, അത് തമ്മിലുള്ള ഈ ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് തിക്നെസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടൈമാണ് റിങ്. എന്ന് പറഞ്ഞാൽ ഈ സർക്കുലാർ കോഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു സർക്കുലാർ കോഴ്സിനെയാണ് റിങ് എന്ന് പറയുന്നത്. ഓക്കെ, റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സർക്കുലാർ കോഴ്സിനെയാണ് റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ആർച്ചിലുള്ള ടെക്നിക്കൽ ടേംസ്. ഓക്കെ, ആർച്ചിലുള്ള ടെക്നിക്കൽ ടേംസ് കഴിഞ്ഞു. ഇതിനടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ആർച്ച് പഠിക്കാം. ഓക്കെ, ആദ്യത്തേതാണ് ബേസ്ഡ് ഓൺ ഷേപ്പ് ആൻഡ് നമ്പർ ഓഫ് സെൻറ്റർ. ബേസ്ഡ് ഓൺ ഷേപ്പിൻ്റെയും നമ്പർ ഓഫ് സെൻറ്ററിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ആദ്യത്തേതാണ് ഫ്ലാറ്റ് ഓർ സ്ക്വയർ ഓർ ക്യാമ്പർ ആർച്ച്. ആദ്യത്തെ പേരെന്താണ്?
ഫ്ലാറ്റ് ഓർ സ്ക്വയർ ഓർ ക്യാമ്പർ ആർച്ച്. ഫ്ലാറ്റ് ഓർ സ്ക്വയർ ഓർ ക്യാമ്പർ ആർച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇത് ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ സെൻറ്റർ വരുന്നത് ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. ഇവിടെ നമുക്ക് ഇതാണ് സ്ക്യൂ ബാക്ക്, അല്ലെ ഈ സ്ക്യൂ ബാക്കും ഹൊറിസോണ്ടലായിട്ട് ഈ സ്ക്യൂ ബാക്കും ഹൊറിസോണ്ടലായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യും. അത് 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ മേക്ക് ചെയ്യും 60 ഡിഗ്രി ആയിരിക്കും. ദെൻ ഇത് ഓൺ സെൻറ്റേഡ് ആർച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ ക്യാമ്പർ ആർച്ച് എന്ന് പറഞ്ഞാൽ ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. സ്ക്യൂ ബാക്കും ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അത്രയാണ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ആർച്ച് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പാണുള്ള സെഗ്മെൻ്റൽ ആർച്ച്. ഇതാണ് സെഗ്മെൻ്റൽ ആർച്ച്. ഈ സെഗ്മെൻ്റൽ ആർച്ചും ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. ഈ സെഗ്മെൻ്റൽ ആർച്ചും ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. ഈ ആർച്ചാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ ആർച്ച് ഏതെന്ന് ചോദിച്ചാൽ സെഗ്മെൻ്റ് ആർച്ചാണ് ഇടാം. ഇത് നമുക്കറിയാം. ഇതാണ് ഈ ആർച്ചിന് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈന് താഴെയാണ് കിടക്കുന്നത്. ഇതാണ് സ്പ്രിങ്ങിങ് ലൈൻ, ഇതാണ് സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ സെൻറ്റർ. സോ സ്പ്രിങ്ങിങ് ലൈന് താഴെയാണ് സെൻറ്റർ കിടക്കുന്നത്. അത്രയും പോയിന്റാണ് സെഗ്മെൻ്റൽ ആർച്ചിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറഞ്ഞാൽ ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആർച്ച് ഏതെന്ന് ചോദിച്ചാൽ സെഗ്മെൻ്റ് ആർച്ചാണ്. ദെൻ സെൻറ്റർ ബിലോ ദ സ്പ്രിങ്ങിങ് ലൈൻ, സെൻറ്റർ സ്പ്രിങ്ങിങ് ലൈന് ബിലോ ആയിട്ടാണ് കിടക്കുന്നത്. ദെൻ അടുത്തതാണ് സെമി സർക്കുലർ ആർച്ച്. ഇതാണ് സെമി സർക്കുലർ ആർച്ച്. സെമി സർക്കുലർ ഷേപ്പിൽ തന്നെയാണ് സെമി സർക്കുലർ ആർച്ച്. ഇത് ഓൺ സെൻറ്റേഡ് ആർച്ചിൻ്റെ കൂട്ടത്തിൽ വരുന്നത് തന്നെയാണ്. ഈ സെമി സർക്കുലർ ആർച്ചിൻ്റെ സെൻറ്റർ എവിടെ വരും? ഇത് തന്നെയാണ് സെമി സർക്കുലർ ആർച്ചിൻ്റെ സെൻറ്റർ വരുന്നത്. സോ സ്പ്രിങ്ങിങ് ലൈനിൽ തന്നെയാണ് സെമി സർക്കുലർ ആർച്ചിൻ്റെ സെൻറ്റർ എന്ന് പറയാം. ദ സെൻറ്റർ ലൈസ് അറ്റ് ദ എക്സാക്ട് സെൻറ്റർ ഓഫ് സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈനിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ തന്നെയാണ് സെമി സർക്കുലർ ആർച്ചിൻ്റെ സെൻറ്റർ. ഇതും ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. ദെൻ അടുത്തതാണ് ഇൻവേർട്ടഡ് ആർച്ച്. ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൂട്ടിങ്ങിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്മാൾ ബ്രിഡ്ജൊക്കെ നമ്മൾ ചെയ്യുന്നതും ഈ ഇൻവേർട്ടഡ് ആർച്ച് വെച്ചിട്ടാണ്. ഈ ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറയുന്നത് ഒരു ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. ഇൻവേർട്ടഡ് ആർച്ചും ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. ഇതിൻ്റെ സെൻറ്റർ വരുന്നത് എവിടെയാണ്? ഇതാണ് ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് ലൈൻ. സോ സ്പ്രിങ്ങിങ് ലൈന് മുകളിലായിട്ടാണ് ഇൻവേർട്ടഡ് ആർച്ചിൻ്റെ സെൻറ്റർ വരുന്നത്. സ്പ്രിങ്ങിങ് ലൈനിന് മുകളിലായിട്ടാണ് ഇൻവേർട്ടഡ് ആർച്ചിൻ്റെ സെൻറ്റർ വരുന്നത്. ദെൻ അടുത്തതാണ് ഹോഴ്സ് ഷൂ ആർച്ച്. എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. ഒരു സെമി സർക്കുലർ ഷേപ്പിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും. അതായത് ഷേപ്പ് ഈസ് മോർ ദാൻ സെമി സർക്കുലർ ആയിരിക്കും. സെമി സർക്കിളിൻ്റെ ഷേപ്പിനേക്കാളും മോർ ആയിരിക്കും ഈ ഹോഴ്സ് ഷൂ ആർച്ചിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് പറയാം സ്പ്രിങ്ങിങ് ലൈന് മുകളിലായിരിക്കും. ഇതാണ് ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് ലൈൻ. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. അതായത് സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണ് അതായിരിക്കും ഇവിടെയും സെൻറ്റർ. സോ സ്പ്രിങ്ങിങ് ലൈന് മുകളിലായിട്ടായിരിക്കും സെൻറ്റർ വരുന്നത്. അതാണ് ഹോഴ്സ് ഷൂ ആർച്ച്. അപ്പോൾ ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. സെൻറ്റർ എബവ് ദ സ്പ്രിങ്ങിങ് ലൈനാണ്. ദെൻ ഷേപ്പ് ഈസ് മോർ ദാൻ സെമി സർക്കിൾ. ഷേപ്പ് സെമി സർക്കിളിനേക്കാളും മോർ ആയിരിക്കും. ദെൻ അടുത്തതാണ് സ്റ്റിൽറ്റഡ് ആർച്ച്. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു സെമി സർക്കുലർ ആർച്ച് തന്നെയാണ്. സെമി സർക്കുലർ ആർച്ച് തന്നെയാണ്. എന്നാൽ ഈ സപ്പോർട്ടിനു സെമി സർക്കുലർ ആർച്ചിനും ഇടയ്ക്കായിട്ട് ഒരു വെർട്ടിക്കൽ പോസ്റ്റ് കൂടെ കാണും. ഈ ഒരു സപ്പോർട്ടിനും സെമി സർക്കുലർ ആർച്ചിനും ഇടയ്ക്കായിട്ട് ഇതാണ് ആ വെർട്ടിക്കൽ പോസ്റ്റ്. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്? സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത് സെമി സർക്കുലർ ആർച്ച് അറ്റാച്ച്ഡ് ടു 2 വെർട്ടിക്കൽ പോസ്റ്റ്. ഈ രണ്ട് സൈഡിലും വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. അതിനെയാണ് സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് റിലീവിങ് ഓർ ഡിസ്ചാർജ്ഡ് ആർച്ച്. റിലീവിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ്ഡ് ആർച്ച്. ഇതാണ് റിലീവിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആർച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെയിനായിട്ടും ലിൻഡലിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചാണ് റിലീവിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആർച്ച് എന്ന് പറയുന്നത്. ഇപ്പം ലിൻഡൽ മീൻസ് ബ്രിക്ക് ലിൻഡലോ അല്ലെങ്കിൽ സ്റ്റോൺ ലിൻഡലോ ടിമ്പർ ലിൻഡലോ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് ഈ റിലീവിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ബുൾസൈ ആർച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ബുൾസൈ ആർച്ച്. ഇതും സർക്കിൾ ഷേപ്പാണ്. ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. ഓൺ സെൻറ്റേഡ് ആർച്ചാണ്, സർക്കുലർ ഷേപ്പാണ് ബുൾസൈ ആർച്ച് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ് അടുത്തത്. സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറഞ്ഞാൽ 3
അല്ലെങ്കിൽ 5 സെൻറ്റർ ആയിരിക്കും. ഓക്കെ, 3 അല്ലെങ്കിൽ 5 സെൻറ്റർ ആയിരിക്കും. ദെൻ നിങ്ങൾക്കിവിടെ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്. അങ്ങനെ 3 അല്ലെങ്കിൽ 5 സെൻറ്റർ. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 5 സെൻറ്ററുള്ള ആർച്ചാണ്. ഓക്കെ, 5 സെൻറ്ററുള്ള സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ്. 3 അല്ലെങ്കിൽ 5 സെൻറ്റർ വന്നു കഴിഞ്ഞാൽ അതിനെ സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്തതാണ് പോയിൻറ്റഡ് ആർച്ച്. പോയിൻറ്റഡ് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ച് എന്ന് പറയുന്നു. ഓക്കെ, പോയിൻറ്റഡ് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ച് എന്ന് പറയുന്നു. ഇതാണ് പോയിൻറ്റഡ് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ച് എന്ന് പറയുന്നത്. പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാഗം ഒരറ്റം കൂർത്തിരിക്കും, അതാണ്. ഓക്കെ, പോയിൻറ്റഡ് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ച് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റേഡ് ആർച്ചാണ്. ഓക്കെ, പോയിൻറ്റഡ് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ച് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റേഡ് ആർച്ചാണ്. ഓക്കെ, ഇവിടെയും ഒരു സെൻറ്റർ ഉണ്ടാവും, ഇവിടെയും ഒരു സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, ഇവിടെയും ഒരു സെൻറ്റർ ഉണ്ടാവും, ഇവിടെയും ഒരു സെൻറ്റർ ഉണ്ടാവും. അതാണ് 2 സെൻറ്റേഡ് ആർച്ച് ആയിരിക്കും. ദെൻ ഇവിടെ ഇങ്ങനെ, അതായത് ഈ പോയിൻറ്റും ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിനെ ഇക്വലേറ്ററൽ ആർച്ച് എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇക്വലേറ്ററൽ ആർച്ച് എന്ന് പറയുന്നു. ദെൻ ഐസോസിലസ് ട്രയാങ്കിളാണ് ഈ ഭാഗത്ത് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ ഐസോസിലസ് അല്ലെങ്കിൽ ലാൻസെൻ്റ് ആർച്ച് എന്ന് പറയുന്നു. ഓക്കെ, ഐസോസിലസ് അല്ലെങ്കിൽ ലാൻസെൻ്റ് ആർച്ച് എന്ന് പറയുന്നു. അപ്പോൾ പോയിൻറ്റഡ് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ച് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റേഡ് ആർച്ചാണ്. ഇവിടെ അകത്ത് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന് ഇക്വലേറ്ററൽ ആർച്ച് എന്ന് പറയുന്നു. ദെൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഐസോസിലസ് അല്ലെങ്കിൽ ലാൻസെൻ്റ് ആർച്ച് എന്ന് പറയുന്നു. ദെൻ ഈ പോയിൻറ്റഡ് ആർച്ച് കോമൺ ആയിട്ട് 2 സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പോയിൻറ്റഡ് ആർച്ച് 4 സെൻറ്റേഡ് ആർച്ചായിട്ട് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പോയിൻറ്റഡ് ആർച്ചിനെ 4 സെൻറ്റേഡ് ആർച്ചായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്, ടുഡോർ ആർച്ച് എന്ന് പറയും. ഓക്കെ, 4 സെൻറ്റേഡ് ആർച്ച് ആൾസോ നോൺ ആസ് ടുഡോർ ആർച്ച്, ടുഡോർ ആർച്ച് എന്ന് പറയുന്നു. ഓക്കെ, അത്രയാണ് അവിടുത്തെ കാര്യം. ദെൻ അടുത്ത ടൈപ്പാണ് ഫ്ലോറൻറ്റൈൻ ആർച്ച്. ഓക്കെ, ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റേഡ് ആർച്ചാണ് ഫ്ലോറൻറ്റൈൻ ആർച്ച്. ഓക്കെ, ഇതാണ്ട് 3 സെൻറ്റേഡ് ആർച്ചാണ് ഫ്ലോറൻറ്റൈൻ ആർച്ച്. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ അറിയാം, ഈ ഇൻട്രഡോസ് എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും, സെമി സർക്കുലർ ഷേപ്പാണ്. ഓക്കെ, ദെൻ എസ്ട്രഡോസ് വരുന്നത്, എസ്ട്രഡോസിൻ്റെ ക്രൗൺ ഈ പോർഷൻ ഓക്കെ, ഇത്രയും പോർഷൻ ഈ പോർഷനേക്കാളും ഡെപ്ത് കൂടുതലാണ് അല്ലെങ്കിൽ വീതി കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അതാണ് ഈ ഫ്ലോറൻറ്റൈൻ ആർച്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, 3 സെൻറ്റേഡ് ആർച്ചാണ്. ദെൻ എന്താണ്ട മോർ ഡെപ്ത് അറ്റ് ക്രൗണിൻ്റെ ഭാഗത്ത് മോർ ഡെപ്ത് ആയിരിക്കും. ദെൻ ഇൻട്രഡോസ് ഈ സെറ്റ് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഈ ഇൻട്രഡോസ് എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും ഫ്ലോറൻറ്റൈൻ ആർച്ചിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇപ്പോൾ ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറയുന്നത് 3 സെൻറ്റേഡ് ആർച്ചാണ്. ക്രൗണിൽ കൂടുതൽ ഡെപ്ത് ആയിരിക്കും, അതായത് സ്പ്രിങ്ങിങ് പോർഷൻ ലെവലിലുള്ളതിനേക്കാളും ക്രൗണിൽ ഡെപ്ത് കൂടുതലായിരിക്കും. ദെൻ ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും. ഇതാണ് ആർച്ചിൻ്റെ ഇൻട്രഡോസ്. ഓക്കെ, ഇതാണ് ആർച്ചിൻ്റെ ഇൻട്രഡോസ്. സോ ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും ഫ്ലോറൻറ്റൈൻ ആർച്ചിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ദെൻ അടുത്തതാണ് വെനീഷ്യൻ ആർച്ച്. ഓക്കെ, വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റേഡ് ആർച്ചാണ് വെനീഷ്യൻ ആർച്ച്. ഓക്കെ, എന്താണ്ട 4 സെൻറ്റേഡ് ആർച്ചാണ് വെനീഷ്യൻ ആർച്ച്. ഈ വെനീഷ്യൻ ആർച്ചും ഫ്ലോറൻറ്റൈൻ ആർച്ചും തമ്മിൽ പരസ്പരം മാറിപ്പോലെ 3 സെൻറ്റർ ഉള്ളത് ഫ്ലോറൻറ്റൈൻ ആർച്ചും 4 സെൻറ്റർ ഉള്ളത് വെനീഷ്യൻ ആർച്ച് എന്ന് ഓർമ്മിക്കണം. ഈ വിയുടെ V4 എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, V4 എന്ന് ഓർമ്മിച്ചാൽ. അപ്പോൾ വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റേഡ് ആർച്ചാണ്. ഇവിടെയും മോർ ഡെപ്ത് അറ്റ് ക്രൗൺ, അതായത് സ്പ്രിങ്ങിങ് ലെവലിനേക്കാളും ക്രൗണിൽ ഡെപ്ത് കൂടുതലായിരിക്കും. ഓക്കെ, സ്പ്രിങ്ങിങ് ലെവലിനേക്കാളും ക്രൗണിൽ ഡെപ്ത് കൂടുതലായിരിക്കും. അത്രയാണ് വെനീഷ്യൻ ആർച്ച്. ഇനി ഈ വെനീഷ്യൻ ആർച്ചും നമ്മുടെ ഈ ഫ്ലോറൻറ്റൈൻ ആർച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ, സെൻറ്ററിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് 4 സെൻറ്ററാണ്. ദെൻ ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറയുന്നത് 3 സെൻറ്ററാണ്. അല്ലാതെ സ്ട്രക്ചറിൽ എന്താണ് വ്യത്യാസം വരുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത്. വെനീഷ്യൻ ആർച്ചിൽ അല്ല, ഫ്ലോറൻറ്റൈൻ ആർച്ചിൽ ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ആ പോയിന്റ് ഓർമ്മിച്ചോളണം. ഫ്ലോറൻറ്റൈൻ ആർച്ചിൽ ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും. ഓക്കെ, അത്രയാണ് അവിടുത്തെ കാര്യം. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വർക്ക്മാൻഷിപ്പ്. ഓക്കെ, ബേസ്ഡ് ഓൺ വർക്ക്മാൻഷിപ്പിൽ റഫ് ആർച്ച്, ആക്സിഡോ റഫ് കട്ട്, ഗേജ്ഡ് ആർച്ച് എന്നിങ്ങനെ 3 തരമുണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. ഓക്കെ, എന്നാലൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ഇവിടെ റഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ സാധാരണ ബ്രിക്കില്ലേ, ആ ഒരു ബ്രിക്കിനെ തന്നെ അതേപോലെ എടുത്ത് വെച്ച് ആർച്ച് കൺസ്ട്രക്ട് ചെയ്യും. അതിനെ നമ്മൾ വെഡ്ജ് ഷേപ്പിലോട്ട് ആക്കിയൊന്നുമില്ല. സോ അവിടുത്തെ ഒരു കാര്യം, ഈ നമ്മൾ അതേപോലെ, അതായത് ബ്രിക്കിനെ നമ്മൾ അതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
ആർച്ചിൻ്റെ എസ്ട്രഡോസിൻ്റെ ഭാഗത്ത് മോട്ടാർ തിക്നെസ് കൂടുതലും ഇൻ്റർഡോസിൻ്റെ ഭാഗത്ത് മോട്ടാർ തിക്നെസ് കുറവായിരിക്കും. നിങ്ങൾക്കിവിടെ ഈ ഫിഗർ കണ്ടാൽ അറിയാം. ഓക്കെ, ആർച്ചിൻ്റെ എസ്ട്രഡോസ് ഭാഗത്ത് മോട്ടാറിൻ്റെ തിക്നെസ് കൂടുതലും ഇൻ്റർഡോസ് ഭാഗത്ത് മോട്ടാറിൻ്റെ തിക്നെസ് കുറവാണ്. ഓക്കെ, അത്രയും നമുക്കിവിടെ റഫ് ആർച്ച് നോക്കാനുള്ളത്. അതായത് ആർച്ച് ഈസ് ആർച്ച് ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റോണ് ബ്രിക്ക് ദാറ്റ് ആർ നോട്ട് കട്ട് ഇൻ ടു വൂസിയർ. അതായത് വെഡ്ജ് ഷേപ്പിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാതെയാണ് സാധാരണ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബ്രിക്ക് പോലെ തന്നെയാണ് നമ്മളെടുത്ത് ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ റഫ് ആർച്ച് എന്ന് പറയുന്നു. ദെൻ തിക്നെസ് ഓഫ് മോട്ടാർ അറ്റ് ദ എസ്ട്രഡോസിലുള്ള മോട്ടാർ തിക്നെസ് മോർ ദാൻ ഇൻ്റർഡോസിലുള്ളതിനേക്കാളും കൂടുതലായിരിക്കും എസ്ട്രഡോസിലുള്ള മോട്ടാർ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ആക്സ് റഫ് കട്ട്. റഫ് കട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ ബ്രിക്കിനെ നമ്മൾ ആക്സ് വെച്ചിട്ട് ഒരു വെഡ്ജ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് റഫ് കട്ട് എന്ന് പറയുന്നത്. ദെൻ ഗേജ്ഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഒരു വയർ സാവ് വെച്ചിട്ട് ബ്രിക്കിനെ നമ്മൾ വെഡ്ജ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും. ഒരു വയർ സാവ് വെച്ചിട്ട് ബ്രിക്കിനെ നമ്മൾ വെഡ്ജ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് ഗേജ്ഡ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ടുക. അപ്പോൾ ഇത്രയാണ് ആർച്ച് എന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.